പാറിടട്ടെ പാറിടട്ടെ മുന്നേറ്റത്തിൻ വഴിയിൽ, പാറട്ടെ പാറട്ടെ മൂവർണ്ണ കൊടിവാനിൽ, പാറിടട്ടെ പാറിടട്ടെ മുന്നേറ്റത്തിൻ വഴിയിൽ, പാറട്ടെ പാറട്ടെ മൂവർണ്ണ കൊടിവാനിൽ, പാറിടട്ടെ പാറിടട്ടെ മുന്നേറ്റത്തിൻ വഴിയിൽ. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قلنا اهبطوا منها جميعا فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. الذين كفروا وكذبوا بآياتنا أولئك أصحاب النار هم فيها خالدون. صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. മഹാനായ ശംസുൽ ഉലമ അവരുടെ മറ്റു ഉലമാക്കളെ, നേതാക്കളെ, സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മഹാനായ സെക്രട്ടറി, കേരളത്തിലെ ബഹുഭൂരിപക്ഷം ഉലമാക്കളുടെ ഉസ്താദ്, അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ കരുത്തനായ നേതാവ്, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ UAE ഗവൺമെന്റിന്റെ ക്ഷണപ്രകാരം ഗവൺമെന്റിന്റെ അതിഥിയായി ഈ രാജ്യത്തിലെ വിവിധ സ്റ്റേറ്റുകൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. മലയാളികളെ നേരിൽ കണ്ട് അവർക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുക എന്നതാണ് ഈ പര്യടനത്തിന്റെ ഉദ്ദേശമെന്ന് ഇതിനു മുമ്പ് നടന്ന പ്രസംഗങ്ങളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളക്കരയിൽ രൂപീകരിക്കപ്പെട്ട ഒരു പണ്ഡിത സംഘടനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഈ ലോകത്തേക്ക് അയച്ചപ്പോൾ ഒരു കാര്യം മുൻകൂട്ടി തന്നെ അവരറിയിക്കുകയുണ്ടായി. മനുഷ്യർ അവരുടെ ഇഷ്ടാനുസരണം ജീവിക്കുകയാണെങ്കിൽ അവർക്ക് വിജയം പ്രാപിക്കാൻ സാധിക്കുകയില്ല എന്നും അല്ലാഹുവിന്റെ മാർഗനിർദ്ദേശത്തിനൊത്ത് ജീവിക്കുകയാണെങ്കിൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുമാണ് കാര്യം. വിശുദ്ധ ഖുർആൻ ആ കാര്യം എടുത്തു പറയുന്നു. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ, നാം പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. ആദിമ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമിനോടും അവരുടെ ഇണയായ ഹവ്വാ റളിയല്ലാഹു അൻഹായോടും അവരിൽ അല്ലാഹു നിക്ഷേപിച്ചിട്ടുള്ള അഖില മനുഷ്യരോടുമായിട്ട് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങി
അങ്ങനെ ഭൂമിയിൽ ചെന്നാൽ നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുകയാണെങ്കിൽ അതിന്റെ ഫലം പരാജയമായിരിക്കും. നിശ്ചയം എന്റെ പക്കൽ നിന്നുള്ള മാർഗനിർദ്ദേശം നിങ്ങൾക്ക് വരും. ആ മാർഗനിർദ്ദേശത്തിനൊത്ത് ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയപ്പെടാനൊന്നുമില്ല, ദുഃഖിക്കേണ്ടി വരികയും ഇല്ല. നേരെ മറിച്ച് വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന ആളുകൾ ഉലൈക അസ്ഹാബുൻ നാർ, അവർ നരകക്കാരാണ്. ആ നരകത്തിൽ അവരെന്നും താമസിക്കുകയും ചെയ്യും. അതായത് അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന മാർഗനിർദ്ദേശത്തിനൊത്ത് ജീവിക്കുകയാണെങ്കിൽ മനുഷ്യന് വിജയം പ്രാപിക്കാം. മറിച്ച് ആ മാർഗനിർദ്ദേശങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിനൊത്താണ് ജീവിക്കുന്നതെങ്കിൽ അതിന്റെ അനന്തരഫലം പരാജയമായിരിക്കും. ഈ കാര്യം മുൻകൂട്ടി അറിയിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഈ ലോകത്തേക്ക് അയച്ചത്. അങ്ങനെ ആദ്യത്തെ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമിനെ തന്നെ നബിയായി നിയോഗിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗനിർദ്ദേശം നൽകി. അവന്റെ മാർഗനിർദ്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനായി ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ ഈ ലോകത്ത് നിയോഗിതരായി. അവസാനം ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടു. 23 കൊല്ലക്കാലത്തെ പ്രവർത്തനത്തിന്റെ ഫലമായി 1.25 ലക്ഷം വരുന്ന അനുയായികളെ അണിനിരത്താൻ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സാധിച്ചു. ഹജ്ജത്തുൽ വദായിൽ ആ അനുയായികളെ അഭിമുഖീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അലാ ഹൽ ബല്ലഗ്തു, ഞാൻ എന്റെ കടമ നിർവഹിച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി എനിക്ക് നൽകിയ നിർദ്ദേശം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? അവർ ഒന്നടങ്കം മറുപടി നൽകി, അതെ. ബഹുമാനപ്പെട്ട നബിയെ, അവിടുന്ന് അവിടുത്തെ കടമ ബാധ്യത നിർവഹിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറഞ്ഞു, ആകാശത്തേക്ക് വിരൽ ചൂണ്ടുകയും ആ ജനങ്ങളിലേക്ക് വിരൽ താഴ്ത്തുകയും ചെയ്തുകൊണ്ട് അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ് 3 തവണ ആവർത്തിച്ച് പറഞ്ഞു, അല്ലാഹുവേ നീ സാക്ഷിയാണ്. എന്നിൽ അർപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചിരിക്കുന്നു എന്ന് ഈ ജനസഞ്ചയം സമ്മതിച്ച് പറയുന്നു. അല്ലാഹുവേ നീ അതിന് സാക്ഷിയാണ്, നീ അതിന് സാക്ഷിയാണ്. അതിനുശേഷം അവിടെ നിന്ന് പറഞ്ഞു, അടുത്ത കൊല്ലം ഒരുപക്ഷെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായി എന്ന് വരില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ തിരിച്ചു വിളിച്ചേക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. ഇവിടെ സന്നിഹിതരായ ആളുകൾ ഇല്ലാത്തവർക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൽപ്പന മഹാന്മാരായ സഹാബിമാർ ഏറ്റെടുത്തു. ഇസ്ലാമിക സന്ദേശം ലോക ജനതയ്ക്ക് എത്തിച്ചു കൊടുക്കാൻ സഹാബിമാർ ആവുന്നതും ശ്രമിച്ചു, അതിനുവേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെ സഹാബിമാരുടെ കാലത്ത് തന്നെ കേരളക്കരയിലും ഇസ്ലാം കടന്നു വന്നു. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെയും കൂട്ടുകാരുടെയും ആഗമനത്തോടു കൂടിയാണ് കേരളക്കരയിൽ ഇസ്ലാം വ്യാപകമായി പ്രചരിച്ചത്. അതിനുശേഷം അവരുടെ പിൻഗാമികൾ ഇസ്ലാമിന്റെ തനതായ രൂപം കേരളക്കാർക്ക് അവർ മുഖേന ലഭിച്ചു. അതനുസരിച്ച് അവർ പ്രവർത്തിച്ചു പോന്നു. യാതൊരു തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയും അവരിൽ ഉണ്ടായിരുന്നില്ല. പണ്ഡിതന്മാർ, ഉലമാക്കൾ ഇസ്ലാമിന്റെ കാര്യം ഇന്നതാണെന്ന് അവരെ അറിയിക്കും.
അതനുസരിച്ച് മറ്റുള്ളവർ പ്രവർത്തിക്കും. യാതൊരു തരത്തിലുള്ള ഭിന്നതയോ കിളപ്പോ കേരളത്തിലെ മുസ്ലിംകളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ കാലാന്തരത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി. വേണ്ടാത്ത ചില ആശയങ്ങളുമായി ചിലർ പ്രത്യക്ഷപ്പെട്ടു. അവരെ തടയേണ്ടത് അനിവാര്യമായിരുന്നു. ആ തരത്തിലുള്ള ആശയങ്ങളുടെ തനിതരം ബഹുജനങ്ങളെ അറിയിക്കേണ്ടത് നിർബന്ധമായിരുന്നു. സംഘടിതമായി തന്നെ ആ ചുറ്റുപാടിൽ കേരളത്തിലുള്ള മഹാന്മാരായ ഉലമാക്കൾ ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. 1925 അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് 1925 മുതൽ 51 വരെയുള്ള 25 കൊല്ലക്കാലത്തെ പ്രവർത്തനം ജംഇയ്യത്തുൽ ഉലമ നടത്തി. പ്രസംഗങ്ങളും പ്രസിദ്ധീകരണങ്ങളും മുഖേന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് 1951 മതവിദ്യാഭ്യാസ രംഗത്ത് ശാസ്ത്രീയമായ രീതിയിലുള്ള പ്രവർത്തനം അനിവാര്യമാണെന്ന് നമ്മുടെ നേതാക്കൾക്ക് തോന്നിയപ്പോൾ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് കൂടി രൂപം നൽകി. ആ സംഘടന മുഖേന കേരളക്കരയിലാകമാനം മദ്രസകളെ ഏകീകരിച്ചുകൊണ്ട് മദ്രസകൾക്ക് ആവശ്യമായ പാഠപദ്ധതി തയ്യാറാക്കിക്കൊണ്ട് പാഠപുസ്തകങ്ങൾ രചിച്ചുകൊണ്ട് മദ്രസ പഠനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പ്രവർത്തിച്ചുകൊള്ളും. ഇന്ന് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിനാൽ അംഗീകരിക്കപ്പെട്ട മദ്രസകൾ 6000-ൽ പരമുണ്ട്. 10 ലക്ഷം വരുന്ന വിദ്യാർത്ഥികൾ ആ മദ്രസകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 50,000-ഓളം വരുന്ന മാലിന്യങ്ങൾ ആ മദ്രസകളിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. മദ്രസകളുടെ പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങൾ അപ്പോൾ കൂടിയാലോചിച്ച് നടപ്പിൽ വരുത്താൻ വേണ്ടി മദ്രസ മാനേജ്മെന്റ് പ്രതിനിധികളും മാലിന്യങ്ങളും ഉൾക്കൊള്ളുന്ന റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. അങ്ങനെയുള്ള 307 റേഞ്ചുകൾ കേരളത്തിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ റേഞ്ചുകൾക്ക് ഒരു കേന്ദ്ര കൗൺസിലുമുണ്ട്. ആ കേന്ദ്ര കൗൺസിൽ മുഖേന മുഅല്ലിംകളെ സഹായിക്കാനും വിദ്യാഭ്യാസ ബോർഡ് പലതും ചെയ്തിട്ടുണ്ട്. UAE-യിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും താമസിക്കുന്ന കേരളീയരിൽ നിന്ന് ലഭിക്കുന്ന സംഭാവനകൾ സ്വരൂപിച്ച് മുഅല്ലിംകളെ സഹായിക്കാൻ ക്ഷേമനിധി രൂപീകരിച്ചു പ്രവർത്തിച്ചു വരുന്നു. ആ ക്ഷേമനിധിയിൽ നിന്ന് 60 ലക്ഷത്തോളം വരുന്ന ഉറുപ്പിക മുഅല്ലിംകൾക്ക് സഹായധനം നൽകിയിട്ടുണ്ട്. മുഅല്ലിംകൾക്ക് പരിശീലനം നൽകേണ്ടതിനായി 4 ട്യൂട്ടർമാരും 6 കാരികളും ഇന്ന് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മദ്രസകൾ പരിശോധിക്കാനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനുമായി 60ഓളം മുഹദ്ദിസുമാർ ഇന്ന് വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പരമാധികാര സഭ, വിദ്യാഭ്യാസ ബോർഡ് എന്ന അതിന്റെ കീഴ് ഘടകം കേരളത്തിൽ എല്ലാവരാലും പ്രശംസിക്കപ്പെടുന്ന രീതിയിൽ പ്രവർത്തിച്ചു പോന്നു. 1954 സുന്നി യുവജന സംഘം എന്ന ഒരു ബഹുജന സംഘടനയ്ക്ക് കൂടി രൂപം നൽകി. 1961 അതിനെ സമസ്തയുടെ കീഴ് ഘടകമായി അംഗീകരിക്കപ്പെട്ടത്. അങ്ങനെ ഒരു ബഹുജന സംഘടന, ഒരു വിദ്യാഭ്യാസ സംഘടന, ഒരു പരമാധികാര സഭ വ്യവസ്ഥാപിതവും ശാസ്ത്രീയവുമായ നിലയ്ക്ക് കേരളത്തിൽ പ്രവർത്തിച്ചു പോന്നു. ശത്രുക്കൾ പോലും സമസ്തയുടെ പ്രവർത്തനം കണ്ട് അമ്പരന്നു. സമസ്തയെ വെല്ലാൻ സാധ്യമല്ലെന്ന് അവർ തലവിളിച്ച് സമ്മതിച്ചു. യാതൊരു തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഉണ്ടായിരുന്നില്ല. ഉലമാക്കളുടെ സംഘടനയാണ്.
അതുകൊണ്ട് ചില മസലകളിൽ സ്വാഭാവികമായും അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും. ഇതിൽ കവിഞ്ഞ് സംഘടനയെ ബാധിക്കുന്ന തരത്തിലുള്ള യാതൊരു അഭിപ്രായ ഭിന്നതയും 1976 വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉണ്ടായില്ല. 976 സുന്നി യുവജന സംഘത്തിന് നേതൃത്വം നൽകുന്ന ചില ആളുകൾക്ക് ഒരു അഭിപ്രായമുണ്ടായി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് സ്വന്തമായി ഒരു രാഷ്ട്രീയ വിങ് ആവശ്യമാണ്. അത് സുന്നി യുവജന സംഘം തന്നെയാകണം. ഇതായിരുന്നു അവരുടെ അഭിപ്രായം. ഈ അഭിപ്രായം ശക്തി പ്രാപിച്ചു വന്നു. ഒടുവിൽ 1979 ഒരു പ്രമേയ രൂപത്തിൽ അത് പ്രത്യക്ഷത്തിൽ വരികയുണ്ടായി. സുന്നി യുവജന സംഘത്തിന്റെ തലപ്പത്തേക്കുന്ന ആളുകൾ പ്രമേയവുമായി നമ്മുടെ നേതാക്കളെ സമീപിച്ചു. പ്രമേയത്തിന്റെ ഉള്ളടക്കം സമസ്ത കേരള സുന്നി യുവജന സംഘത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രാഷ്ട്രീയ വിങ്ങായി അംഗീകരിക്കണം എന്നായിരുന്നു. നമ്മുടെ നേതാക്കൾ പല കാരണങ്ങളാലും അതിന്റെ മറുപടി നൽകി സമസ്തക്കൊരു രാഷ്ട്രീയ വിങ്ങിന്റെ പ്രത്യേക രാഷ്ട്രീയ വിങ്ങിന്റെ ആവശ്യമില്ല. സമസ്തക്ക് പ്രത്യേകമായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ബന്ധമില്ല. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് വിരോധവും ഇല്ല. സമസ്തക്ക് പ്രത്യേകമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യവും ഇല്ല എന്ന് മറുപടി നൽകിക്കൊണ്ട് ആ പ്രമേയം തള്ളിക്കളഞ്ഞു. പക്ഷേ പ്രമേയത്തിന്റെ ആളുകൾ അടങ്ങിയിരുന്നില്ല. അവർക്ക് മറുപടി തൃപ്തികരമായി തോന്നിയില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്കെതിരായി നീക്കണമെന്ന് അവരുള്ളിൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. അത് സാധിക്കാതെ പോയപ്പോൾ അണിയറയിൽ അവർ പ്രവർത്തിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ അണിയറയിൽ പ്രവർത്തിക്കുക, പിൻവാതിലിലൂടെ പ്രവർത്തിക്കുക എന്നത് തന്നെ പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനത്തിനെതിരാണ്. എന്തുകൊണ്ടെന്നാൽ ബൗത്തുൽ ബുയൂത്തമിൻ അബ്വാബിഹ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. നിങ്ങൾ കാര്യങ്ങൾ നേരെ ചൊവ്വ ചെയ്യണം, പിൻവാതിലിലൂടെ പ്രവർത്തിക്കരുത്, നേർക്കുനേരെ പ്രവർത്തിക്കണമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതിന് വിരുദ്ധമായി അവർ പിൻവാതിലിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ MDP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവർ രൂപം നൽകി. ഇത് സുന്നികൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കിയ കാര്യമാണ്. MDP എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും സുന്നത്ത് ജമാഅത്തിന്റെയും പേര് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു പാർട്ടി രൂപീകരിച്ചു എന്നത് സ്വാഭാവികമായും സുന്നികൾക്കിടയിൽ അഭിപ്രായ ഭിന്നത വളർത്തിയ ഒരു കാര്യമാണ്. മാത്രമല്ല, സമസ്തയുടെയും സുന്നത്ത് ജമാഅത്തിന്റെയും പേരുപയോഗിച്ചുകൊണ്ട് തന്നെ ആ പാർട്ടിക്ക് വേണ്ടി അവർ പ്രചാരവേല നടത്തിക്കൊണ്ടിരുന്നു. MDP സമസ്ത ഞങ്ങളുടെ ഉപദേഷ്ടാക്കളാണെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു പത്രത്തിന്റെ പ്രതിനിധി അങ്ങനെയാണോ എന്ന് ചോദിച്ചപ്പോൾ APയുടെ മറുപടി ഞങ്ങൾ ഇബ്ലീസിലും ഉപദേശിക്കും എന്നായിരുന്നു. ഇബ്ലീസിൽ എന്താ ഉപദേശിക്കാൻ ആരെയും പറഞ്ഞ് ധരിപ്പിക്കേണ്ട കാര്യമില്ല. ഇബ്ലീസിന്റെ ഡ്യൂട്ടി എന്താ? ജനങ്ങളെ പ്രവർത്തിക്കാൻ. അവന്റെ ഡ്യൂട്ടി ആണ്. ആ ഡ്യൂട്ടിയിൽ ഉപദേശിക്കും എന്ന് പറഞ്ഞാൽ അതെന്താ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ പേര് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ പാർട്ടിക്ക് വേണ്ടി പ്രചാരവേല നടത്തി എന്നത് സുന്നികൾക്കിടയിൽ ഭിന്നത വളർത്തിയ കാര്യമായി. ഈ അവസരത്തിലാണ് ശരീഅത്ത് പ്രശ്നമുണ്ടായത്. ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിംകളെ മുഴുവനും ബാധിച്ച ഒരു പ്രശ്നം. 1936 മുതൽ അവർ അനുഭവിച്ചു വരുന്ന ഒരാനുകൂല്യം ഷാഫിക്ക് ഷാഫി മതമനുസരിച്ചും ഹനഫിക്ക് ഹനഫി മതമനുസരിച്ചും ചില നിശ്ചിത കാര്യങ്ങളിൽ കോടതികൾ വിധി നൽകണമെന്നതാണ് ശരീഅത്ത് ആക്ടിന്റെ ചുരുക്കം. ആ ശരീഅത്ത് ആക്ടിന്റെ ആനുകൂല്യം
ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിംകൾ അനുഭവിച്ചു വരുന്നു. അതിന് വിരുദ്ധമായി സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. ഖുർആൻ അതിനു വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്തു. ഇസ്ലാമിനെ അവഹേളിച്ചുകൊണ്ട് പ്രസ്താവന ചെയ്തു. അതിനും പുറമെ ഏക സിവിൽ കോഡ് നടപ്പിൽ വരുത്തണമെന്ന് ഗവൺമെന്റിനോട് ഭീഷണിയുടെ ഭാഷയിൽ സുപ്രീം കോടതി പറഞ്ഞു. ഗവൺമെന്റ് അതിന് തയ്യാറല്ലെങ്കിൽ കോടതി തന്നെ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുമെന്നായിരുന്നു കോടതി പറഞ്ഞത്. ഈ അവസരത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ മുസ്ലിം ലീഗ് എം പി ബനാത്ത് വാല ഒരു പ്രമേയം അവതരിപ്പിച്ചു. കോടതിയുടെ ആ വിധി ദുർബലപ്പെടുത്തണം, ഏക സിവിൽ കോഡ് നടപ്പിൽ വരുത്തരുത്, ഇതായിരുന്നു പ്രമേയത്തിന്റെ ഉള്ളടക്കം. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു, ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിംകളുടെ അഭിപ്രായം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് അക്കാര്യത്തിൽ ഗവൺമെന്റ് യാതൊന്നും ചെയ്യുകയില്ല, അതുകൊണ്ട് പ്രമേയം പിൻവലിക്കണം. പ്രമേയം പിൻവലിച്ചു. ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിംകളുടെ അഭിപ്രായം, അവരുടെ ഇംഗിതം എന്താണെന്ന് ഈ അവസരത്തിൽ ഗവൺമെന്റിനെ ധരിപ്പിക്കേണ്ടത് അനിവാര്യമായിരുന്നു. അതിനുവേണ്ടി മുസ്ലിംകളെ ഉത്ബുദ്ധരാക്കാനും മുസ്ലിംകളുടെ ഇംഗിതം ഇന്നതാണെന്ന് ഗവൺമെന്റിനെ ധരിപ്പിക്കാനും വേണ്ടി പ്രവർത്തിക്കാൻ ശരീഅത്ത് സംരക്ഷണ ബോർഡ് എന്ന പേരിൽ ഒരു ബോർഡ് രൂപീകരിക്കപ്പെട്ടു. മൗലാന അബുൽ ഹസൻ അലി നദവി സാഹിബിന്റെ നേതൃത്വത്തിൽ ആ ബോർഡിന്റെ പ്രവർത്തനങ്ങളുമായി ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിം നേതാക്കൾ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി മതപരമായ ഭിന്നിപ്പുകൾക്ക് അതീതമായി സഹകരിച്ചു. കേരളത്തിലും ശരീഅത്ത് സംരക്ഷണ ബോർഡിന്റെ ഒരു ശാഖാ കമ്മിറ്റി രൂപീകൃതമായി. കോഴിക്കോട് വലിയ കാവിയായിരുന്നു അതിന്റെ അധ്യക്ഷൻ. അഖിലേന്ത്യാ നേതാക്കൾ കേരളത്തിൽ പര്യടനം നടത്തിയപ്പോൾ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ അവർക്കൊരു സ്വീകരണം നൽകപ്പെട്ടു. ആ സ്വീകരണ യോഗത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മഹാനായ ജനറൽ സെക്രട്ടറി ശംസുൽ ഉലമ അവர்களுം പങ്കെടുത്തു. ആ യോഗം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ടവരായിരുന്നു. 1.5 മണിക്കൂർ നീണ്ടുനിന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ ശരീഅത്ത് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും ഏക സിവിൽ കോഡ് വന്നാലുണ്ടാകുന്ന അപകടവും ബഹുമാനപ്പെട്ടവർ വിശദീകരിച്ചു. അങ്ങനെ യോഗം ചെയ്തു. അതിനുശേഷം ഒരു പ്രചാരവേല എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ. എന്താണ് പ്രചാരവേല? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധം പ്രവർത്തിച്ചിരിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കീഴ്വഴക്കം ലംഘിച്ചിരിക്കുന്നു. ഇങ്ങനെ നാടുനീള പ്രചാരവേല അനുദിനം ശക്തി പ്രാപിച്ചു. എത്രമാത്രമെന്നോ, കേരളത്തിൽ സുന്നികളിലെന്ന് ആരെ സംബന്ധിച്ചെങ്കിലും പറയണമെങ്കിൽ എ.പിയുടെയും ഐ.ആയികളുടെയും സർട്ടിഫിക്കറ്റ് അനിവാര്യമായി എന്നിടത്തോളം. അതായത് ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ സുന്നത്ത് ജമാഅത്തിന്റെ ശതമാനം കുറഞ്ഞുപോയി, കെ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ സുന്നത്ത് ജമാഅത്തിന്റെ ശതമാനം കുറഞ്ഞുപോയി. അങ്ങനെ കുറെ ആളുകളുടെ ശതമാനം കുറഞ്ഞു. 100ക്ക് 100 സുന്നി ഞങ്ങൾ മാത്രം. ഇനി സുന്നി എന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ ഞങ്ങളുടെ പക്കൽ ഒരു അളവുകോലുണ്ട്. ആ അളവുകോൽ വെച്ച് ഞങ്ങൾ അളന്ന് കാണിച്ചതാ ഇന്നയാളുടെ സുന്നി ശതമാനത്താണ് എന്ന് പറയും. ഈ നിലപാടും പ്രചാരവേല നീണ്ടുപോയി. ഇത് സുന്നികൾക്കിടയിൽ ഭിന്നത വളർത്താൻ മാത്രമേ ഉപകരിച്ചുള്ളൂ എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇതുപോലെ വേറെയും ചില കാരണങ്ങൾ. സുന്നി യുവജന സംഘത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, കെ മുഹമ്മദ് കോയ എന്നാണ് അയാളുടെ പേര്. ശംസുൽ ഉലമാക്ക് ഒരു തുറന്ന കത്ത് എന്നൊരു പുസ്തകം അയാൾ എഴുതി പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിൽ ബഹുമാനപ്പെട്ടവരെ ബഹുജനങ്ങളുടെ മുമ്പിൽ ഇകഴ്ത്തി കാണിക്കുന്ന പരാമർശങ്ങളാണ് ആദ്യം മുതൽ അവസാനം വരെ.
ഈ കാര്യം എപിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തുകയുണ്ടായി. ഈ തരത്തിലുള്ള ആളുകളെ സുന്നി യുവജന സംഘത്തിന്റെ മുൻനിരയിൽ ഇരുത്താൻ പാടില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ യാതൊരു പ്രതിവിധിയോ പ്രതികരണമോ ഉണ്ടായില്ല. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ 10 കൊല്ലക്കാലം പ്രവർത്തിച്ച് നല്ല ഫലങ്ങൾ കാഴ്ചവെച്ച ഒരു സംഘടനയാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ. 10 കൊല്ലക്കാലത്തെ പ്രവർത്തനത്തിന് ശേഷം 987 കുറ്റിപ്പുറത്ത് ചേർന്ന സുന്നി സമ്മേളനത്തിൽ കേരളാടിസ്ഥാനത്തിൽ ആ സംഘടനയ്ക്ക് രൂപം നൽകി. അതിന്റെ പ്രസിഡന്റായി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും സെക്രട്ടറിയായി പാലക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം കോഴിക്കോട് 2 ദിവസം നീണ്ടുനിന്ന സമ്മേളനം നടത്തി സുന്നി മഹല്ല് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ. ഈ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ആ സമ്മേളനം എന്തു നേടി എന്ന തലക്കെട്ടിൽ സിറാജിൽ 2 ദിവസം നീണ്ടുനിന്ന ലേഖനം. ആ ലേഖനത്തിൽ സുന്നി മഹല്ല് ഫെഡറേഷനെ സംബന്ധിച്ച് കളവ് തന്നെ എഴുതിപ്പിടിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല നമ്മുടെ നേതാക്കളെ തരം താഴ്ത്തി കാണിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ കാര്യവും ഞങ്ങൾ എപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. പക്ഷേ പ്രതിവിധി ഉണ്ടായില്ല. അതിനുശേഷം ബാബരി മസ്ജിദ് പ്രശ്നം വന്നു. 400-ൽ പരം കൊല്ലങ്ങൾ മുസ്ലിംകൾ സുജൂദ് ചെയ്ത അല്ലാഹുവിന്റെ പള്ളി അന്യായമായി അമുസ്ലിംകൾക്ക് ഒരു കോടതി വിട്ടുകൊടുത്തു. അവരതിൽ വിഗ്രഹങ്ങൾ വെച്ച് അമ്പലമാക്കി ആരാധിച്ചു തുടങ്ങി. സമാധാനപരവും നിയമപരവുമായ മാർഗത്തിലൂടെ ആ പള്ളി തിരിച്ചുപിടിക്കാൻ വേണ്ടി മുസ്ലിംകൾ ശ്രമിച്ചു. അതിനുവേണ്ടി മാത്രം ബാബരി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി രൂപീകൃതമായി. ആ കമ്മിറ്റി ഇന്ത്യയിലുള്ള മുസ്ലിംകൾ ആഹ്വാനം ചെയ്തു, അടുത്തു വരുന്ന റിപ്പബ്ലിക് ദിനാഘോഷം ബഹിഷ്കരിക്കണം. മുസ്ലിംകൾക്ക് സന്തോഷിക്കേണ്ട അവസരമല്ല, അവരെന്ന് ദുഃഖിതരാണ്. ആ ദുഃഖം ഗവൺമെന്റിന് അറിയിക്കണം. അതിനുവേണ്ടി റിപ്പബ്ലിക് ദിനത്തിൽ ആഘോഷ പരിപാടികൾ ബഹിഷ്കരിക്കണമെന്ന് ഈ ആഹ്വാനം പത്രത്തിൽ വന്ന ഉടൻ എപി അബൂബക്കർ മുസ്ലിയാർ റേഡിയോ നിലയത്തിലേക്ക് കൂടി. എന്നിട്ടൊരു പ്രസ്താവന, റിപ്പബ്ലിക് ദിനാഘോഷം ബഹിഷ്കരിക്കാൻ സുന്നികളെ കിട്ടുന്നില്ല. കാരണം പറഞ്ഞില്ല. റിപ്പബ്ലിക് ദിനാഘോഷം ബഹിഷ്കരിക്കുന്നതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഏതെങ്കിലും അഖീദയ്ക്ക് വിരുദ്ധമാകും, അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഏതെങ്കിലും ആചാരത്തിന്റെ വിരുദ്ധമാകും, അല്ലെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഏതെങ്കിലും ഒരു ഉദ്ദേശ ലക്ഷ്യത്തിന്റെ വിരുദ്ധമാകും. ഇതൊന്നും പറയാതെ കേവലം രാഷ്ട്രീയ നേതാവിന്റെ റോൾ അഭിനയിച്ചുകൊണ്ട് റിപ്പബ്ലിക് ദിനാഘോഷം ബഹിഷ്കരിക്കാൻ സുന്നികളെ കിട്ടുകയില്ല എന്നയാൾ പ്രസ്താവിച്ചു. ഈ അവസരത്തിൽ മുഷാവറ കയറും. മുഷാവറയിൽ ബഹുമാനപ്പെട്ടവരെ ചോദ്യം ചെയ്തു ചില ആളുകൾ. അവർ ചോദിച്ചത് എങ്ങനെയാ? അബുൽ ഹസൻ അലീനബി തബ്ലീഗുകാരനല്ലേ, അദ്ദേഹത്തോടൊപ്പം നിങ്ങൾ സംബന്ധിച്ചത് തെറ്റല്ലേ, ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ മറുപടി നൽകി, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചാലല്ലേ മറുപടി പറയാൻ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് മറുപടി നൽകി. അവിടുത്തെ സ്വതസിദ്ധമായ ശൈലി. ഇവിടെ സുന്നികൾ സംഘടിപ്പിച്ച യോഗത്തിലാണ് ഞാൻ സംബന്ധിച്ചത്. മാത്രമല്ല ഷാഫിക്ക് ഷാഫി മദ്ഹബ് അനുസരിച്ചും ഹനഫിക്ക് ഹനഫി മദ്ഹബ് അനുസരിച്ചും ചില നിശ്ചിത കാര്യങ്ങളിൽ വിധി നൽകണമെന്ന ആ ശരീഅത്താക്ക് സംരക്ഷിക്കേണ്ട ബാധ്യത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുള്ളതാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വീക്ഷണത്തിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന മദ്ഹബ് അടിസ്ഥാനത്തിലുള്ള ശരീഅത്താക്ക് സംരക്ഷിക്കേണ്ട ഒന്നാമത്തെ ബാധ്യത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുള്ളതാണ്. ആ കാര്യത്തിൽ മറ്റുള്ളവർ സഹകരിച്ചു എങ്കിൽ ആ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല. ബഹുമാനപ്പെട്ടവർ വിശദീകരിച്ചു. ചോദ്യകർത്താക്കൾ അടങ്ങി. അധ്യക്ഷനായിരുന്ന ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ എഴുന്നേറ്റ് നിന്ന് 2 കൈയും പരത്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പ്രശ്നത്തിൽ ഇനി ശൈഖുനായ ആരും തന്നെ വിമർശിക്കരുത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പ്രശ്നം ചർച്ച ചെയ്തു, അതിന് മറുപടി നൽകി.
അധ്യക്ഷൻ വിധിയും പ്രഖ്യാപിച്ചു, തീരുമാനമായി. അതായത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ശരീഅത്ത് സംരക്ഷണ ബോർഡിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച നടപടി സമസ്തയുടെ മുശാവറ ശരിവെച്ചു എന്നർത്ഥം. പിറ്റേ ദിവസത്തിൽ ചന്ദ്രികയിൽ ആ റിപ്പോർട്ട് വന്നു. ശംസുൽ ഉലമയുടെ നടപടി മുശാവറ ശരിവെച്ചു എന്ന റിപ്പോർട്ട്. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് ബോംബെയിൽ നിന്ന് AP-യുടെ ഒരു പ്രസ്താവന സിറാജിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല, സമസ്ത അത് ശരിവെച്ചിട്ടില്ല, ആ റിപ്പോർട്ട് തെറ്റാണ്. സുന്നത്ത് ജമാഅത്തിന്റെ അണികളിൽ പിളർപ്പ് കൂടുതൽ രൂക്ഷമാക്കാൻ മാത്രമേ ആ പ്രസ്താവന ഉപയോഗിച്ചുള്ളൂ. റിപ്പബ്ലിക് ദിനാഘോഷം ബഹിഷ്കരിക്കാൻ സുന്നികളെ കിട്ടുകയില്ല എന്ന ആ പ്രസ്താവനയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മർഹൂം